മാർക്കറ്റിൽ വലിയൊരു ക്രാഷിൻ്റെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളതെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുള്ള ആ വീഡിയോൻ്റെ കംപ്ലീറ്റ് അനാലിസിസിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ആദ്യം തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു മന്ത്ലി ടോപ്പ് ഡൗൺ അപ്രോച്ച് ചെയ്ത് നോക്കാം. അതിനോടൊപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുന്ന USD ഗോൾഡിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, XAUSD എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസ് കൂടെ കാണാം. സോ ദാറ്റ് ഈ ഒരു മാർക്കറ്റിൽ ഈ ഒരു വ്യൂവിൻ്റെ കൺവിക്ഷൻ എത്രത്തോളം ഉണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എത്രയാണ്, ഈ ട്രേഡ് എടുക്കുമ്പോൾ റിസ്ക് എന്താണ്. ബിക്കോസ് 100% മാർക്കറ്റ് കനോട്ട് ബി പ്രെഡിക്റ്റഡ്. പക്ഷേ അവിടെ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട്, ആ ഒരു ഫോളിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് പല സിനാരിയോസും, കമ്മിങ് ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിലും ആ ഇലക്ഷന് ശേഷം വരുന്ന കൺസോൾട്ടേഷൻ ആണെന്നുണ്ടെങ്കിലും, ഇന്ത്യൻ മാർക്കറ്റിൽ കഴിഞ്ഞ 7 വർഷത്തിൽ നടന്നിട്ടുള്ള ബുള്ളിഷ് റാലിക്ക് FIIs എല്ലാം കുറച്ച് മാറി നിൽക്കുന്ന സമയം, അതായത് 1 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ 25% അവരുടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുന്ന ഒരു സമയത്ത് ബാക്കിയുള്ള പൊസിഷൻ റൺ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ക്യാപിറ്റൽ ഒന്നും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഫോളിൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അനാലിസിസ് ഇതാണ് വരുന്നത്. ലെറ്റ്സ് സേ മന്ത്ലി ടൈം ഫ്രെയിമിൽ നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ അനാലിസിസും ചാർട്ടും എല്ലാം മാറ്റിക്കഴിഞ്ഞ് വളരെ സിമ്പിളായിട്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ആൻ അപ് ട്രെൻഡ് അല്ലേ. കഴിഞ്ഞ 2 മാർച്ച് 2020 തൊട്ട് ഈ ഒരു അപ് ട്രെൻഡ് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട്, റൈറ്റ്. ഈ ഒരു അപ് ട്രെൻഡിൻ്റെ പോയിന്റ്സ് എന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ we haven't seen any correction so far. പക്ഷേ ഈ ഒരു പോയിന്റ് ഫ്രം ദ ബോട്ടം, കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ബോട്ടം ഫോൾ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം പോയിന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെറ്റ്സ് സേ ദിസ് പ്രൈസ് റേഞ്ച് ഫ്രം ഹിയർ 30,000 പോയിന്റിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് റാലിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ചെറിയ ചെറിയ ഫോൾ മാത്രം, ഒരു കറക്ഷൻ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ ഇൻ ബിറ്റ്വീൻ ഓൺ എ മന്ത്ലി ടൈം ഫ്രെയിം. നമ്മളതൊരു വീക്ക്ലി ടൈം ഫ്രെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വീക്ക്ലി ടൈം ഫ്രെയിമിൽ വി ഹാവ് സീൻ എ കൺസോളിഡേഷൻ. ഈ ഒരു കൺസോളിഡേഷൻ ആണ് അടുത്ത കുറേ മാസങ്ങൾക്ക് ജാനുവരി 20 ഓർ ജാനുവരി 20th, ജാനുവരി 15th നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, റൈറ്റ്. അപ്പോൾ ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു കൺസോളിഡേഷൻ ഡെയിലി ടൈം ഫ്രെയിമിൽ എടുക്കുന്ന സമയത്ത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് കഴിഞ്ഞ് ഒരു പുൾ ബാക്ക് ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പുൾ ബാക്കിൽ മാർക്കറ്റ് എന്താ ചെയ്യുന്നത്, അപ്സൈഡ് ഈ ഒരു ചാനലിനെ ബ്രേക്ക് ചെയ്ത് ഒരു ബ്രേക്ക് ഔട്ട് കൂടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സൽ ട്രൈ ചെയ്തുകൊണ്ട് ഈ റിവേഴ്സലിൻ്റെ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊരു ട്രാപ്പാണ് എന്നുള്ള രീതിയിലാണ് പ്രീവിയസ് മൈ എക്സ്പീരിയൻസ്. ദിസ് ഇസ് മൈ ഓൺ എക്സ്പീരിയൻസ്. പ്ലീസ് ഡു യുവർ ഡ്യൂ ഡിലിജൻസ് ബിഫോർ ടേക്കിംഗ് എനി വ്യൂ. ദിസ് ഇസ് for an education purpose which I am doing it, so make sure that you guys are doing your own analysis before that. പക്ഷേ ഇവിടെ നമുക്ക് എന്താണ് റിസ്ക് ഉള്ളത്, ഒരു 400 പോയിന്റ്, അതായത് മാർക്കറ്റ് ഓൾറെഡി റൺ ചെയ്യുന്നതിൽ ഒരു 400 പോയിന്റ് റിസ്ക്കും 3652 പോയിന്റ് ടാർഗറ്റും, അതായത് മാർക്കറ്റിൽ ഒരു 7% കറക്ഷൻ, 7.79% പ്രിസൈസ് കറക്ഷൻ ആണ് സംഭവിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളത് അല്ലേ. സോ ആ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മളത് നോക്കിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഫ്യൂച്ചേഴ്സ് എന്താണ് ട്രേഡ് ആവുന്നത് നോക്കാം. ഫ്യൂച്ചേഴ്സിൽ നമ്മളൊരു സെൽ സൈഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ലെറ്റ് മീ ഗോ ബാക്ക് ടു 45 minutes, റൈറ്റ്. ഈ ഒരു ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് അതിനുശേഷമുള്ള അപ്സൈഡ് റാലി കംപ്ലീറ്റ് ആയിട്ടും 50%ഓളം ക്യാപ്ചർ ചെയ്ത് ഈ ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് ആ ബ്രേക്ക് ഔട്ടിൻ്റെ ഫോൾ എന്തായാലും ഉണ്ടാവുന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 250% പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് ഇൻ ദ ഫെബ്രുവരി മന്ത് ഇൻ ഓപ്ഷൻസ്. പക്ഷേ ഈ ഒരു വ്യൂ ഇതുപോലെ തന്നെ ശരിയാവണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. ശരിയാവുകയാണെങ്കിൽ വി വിൽ ബി ഇൻ ദാറ്റ് എൻട്രി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഒരു റിസ്ക് നോക്കിക്കഴിഞ്ഞാൽ നാളത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചെറിയൊരു ഗെയിം പ്ലാൻ കൂടെ, അതായത് അപ്സൈഡ് പോകുന്നുണ്ട് എന്നുള്ള ഒരു ചെറിയൊരു ഗെയിം പ്ലാൻ കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്യാപ് ഡൗൺ ആണെങ്കിലും ഹൂ നോസ്, പക്ഷേ ഒരു ചെറിയ ഗെയിം പ്ലാൻ കൂടെ ബാക്കിയുണ്ട് അവിടെ, അത് കണ്ടിന്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫെയിൽ ആവുകയാണെങ്കിൽ, ആ ഗെയിം പ്ലാനിൽ ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ബുൾസിന് ഇനിയും മാർക്കറ്റിനെ ഇവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, വിച്ച് ഇസ് 46,888 എന്നുള്ള ഒരു ലെവൽ സസ്റ്റെയിൻ ചെയ്യാൻ ബുൾസിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്നും മാർക്കറ്റ് ക്രാഷ് ആവാൻ പോകുന്ന 7% ആണ്. ആൻഡ് ദിസ് ഇസ് ദ സിനാരിയോ, ദിസ് ഇസ് ദ ടാർഗറ്റ്. 400 പോയിന്റ്സ് സ്റ്റോപ്പ് ലോസ് ഉള്ള കഴിഞ്ഞ ദിവസം നമ്മൾ എൻട്രി എടുത്തിട്ടുള്ള ഫ്യൂച്ചേഴ്സിൽ 28,766 USD പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിവിടെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അക്കൗണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ
ഫെബ്രുവരി 9th ദിസ് ഇസ് എ പേപ്പർ ട്രേഡിംഗ് അക്കൗണ്ട് ബൈ ദ വേ. അക്കൗണ്ട് ഹിസ്റ്ററി നിങ്ങൾ ചെന്ന് നോക്കുകയാണെങ്കിൽ 1 lakh USDയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഇപ്പം നിൽക്കുന്നത് 21 lakh USD പ്രോഫിറ്റിലാണ്. അപ്പോൾ നമ്മൾ 1 lakhനെ 21 lakh വിച്ച് ഇസ് 20 times ബിഗർ ആക്കിയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സെറ്റപ്പിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 192 പോയിന്റ് സ്റ്റോപ്പ് ലോസിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ഈ ഒരു എൻട്രി 4525 പോയിന്റ് ടാർഗറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു എൻട്രിയാണ്. പക്ഷെ അതിന് മുമ്പ് ഒരു ഫസ്റ്റ് ടാർഗറ്റ് കൂടെ നമുക്കുണ്ട്. 44,472 ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന് എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു വ്യൂ എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ പ്രൈസ് ആണ് അല്ലേ. ഗോൾഡിൻ്റെ പ്രൈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ഗോൾഡിൻ്റെ പ്രൈസ് എന്താ സംഭവിച്ചിട്ടുള്ളത്? കഴിഞ്ഞ കുറേ ദിവസത്തെ മാർക്കറ്റിൻ്റെ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് റാലി കൊടുത്തുകൊണ്ടിരുന്ന ഈ ഒരു ഡെയിലി ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിട്ടുള്ള മെയ് 5th 2051 ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. ഈ 2051 റേഞ്ചിൽ 2035 കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് എന്ന് പറയുന്നത്. ഇനി ഒരു തവണ മാർക്കറ്റ് 2051 ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്സൈഡ് റാലി ഗോൾഡിൽ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടാവും. അങ്ങനെ നടക്കുന്ന ഗോൾഡിൻ്റെ അപ്സൈഡ് റാലി ഇന്ത്യൻ മാർക്കറ്റിനെ സപ്പോർട്ട് ഒരിക്കലും ചെയ്യുന്നുണ്ടാവില്ല. ദാറ്റ്സ് വാട്ട് വി ഹാവ് സീൻ ഇൻ ദ പാസ്റ്റ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു ഫോൾ ആണ് നടക്കുന്നതെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ഷോർട്ട് സൈഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദിസ് ഇസ് ട്രൈ വിത്തിൻ 2051 എന്നുള്ള സ്റ്റോപ്പ് ലോസ് ആണ്. ഈ ഒരു സ്റ്റോപ്പ് ലോസ് 2051 കൂടെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2140 വരെയുള്ള റാലി ആയിരിക്കും. അതായത് ഒരു 100 പോയിന്റിന്റെ മൂവ്മെന്റ് ഗോൾഡിൽ വരാൻ സാധ്യത. അപ്പോൾ ഇങ്ങനെ വരുന്ന 100 പോയിന്റിന്റെ മൂവ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ബാങ്ക് നിഫ്റ്റിയിൽ ഓൺ ദ ഷോർട്ട് സൈഡിൽ ക്യാപ്ചർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ലെറ്റ്സ് സീ ഹൗ ദ മാർക്കറ്റ് ഇസ് ഗോയിങ് ടു ഓപ്പൺ ഓൺ ദിസ് കമ്മിങ് മൺഡേ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ബുൾസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോണ ബി എ ക്രാഷ്. ആ ക്രാഷിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര ബെറ്റർ ആക്കി ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിച്ച് നോക്കുക. ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ 10 years ഡൗൺ ദ ലൈൻ, ലോങ് ടേം ആണ് നോക്കുന്നതെങ്കിൽ എവറി ഡിപ്പ് യു ക്യാൻ ബൈ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ബിക്കോസ് 10 years ഡൗൺ ദ ലൈൻ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് ബാങ്ക് നിഫ്റ്റി ഇൻ ടു എ 1 lakh. 50,000 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ 40,000 റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്ക് നിഫ്റ്റി 10 years കഴിഞ്ഞ് നോക്കുമ്പോൾ മാർക്കറ്റിൽ ഇന്ന് പാർട്ടിസിപ്പേഷനുള്ള ഇന്ത്യൻ മാർക്കറ്റിൻ്റെ പോപ്പുലേഷനിൽ ഒരു 10% മാത്രമാണ് ഉള്ളതെങ്കിൽ 30%, 40% പോപ്പുലേഷൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഇതെല്ലാം ഒരു ചരിത്രം മാത്രമായിരിക്കും അല്ലേ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഈ ഒരു അനാലിസിസ് കംപ്ലീറ്റ് ആയിട്ട് നോക്കി നിങ്ങളുടെ വ്യൂ എന്താണെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ദിസ് വീഡിയോ വിത്ത് യുവർ ലവ്ഡ് വൺസ് ആൻഡ് സീ യു വിത്ത് അനദർ അപ്ഡേറ്റ്. നാളത്തെ ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഓക്കെ.